ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുറപ്പുഴ എന്ന ഗ്രാമത്തിൽ സംഭവിച്ച വളരെ അപൂർവമായ ഒരു ക്രൈം കേസിനെ കുറിച്ചാണ്. നമ്മൾ എല്ലാവരും പല കേസുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ചില കേസുകൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ ആഴത്തിൽ പതിയും, ഒരിക്കലും മാഞ്ഞു പോകാതെ. അങ്ങനെയാണ് കേരളത്തിൽ എത്രയേറെ കേസുകൾ, കുറ്റകൃത്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ജനങ്ങൾ പലതും തരണം ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ 1968 പുറപ്പുഴയിൽ നടന്ന ഈ ഒരു ക്രൈം കേരള ജനതയ്ക്ക് ഇനി ഒരു കാലത്തേക്ക് മറക്കാനേ ആകില്ല. അത്രത്തോളം അതീവ ഭീകരവും വ്യത്യസ്തവുമായ ഒരു കേസാണ്. ആ ഒരു ഗ്രാമത്തിൽ സെന്റ് സെബാസ്റ്റ്യൻ എന്നു പേരുള്ള ഒരു സ്കൂൾ, ആ സ്കൂളിൽ ആ പ്രദേശത്തെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതേ സ്കൂളിലാണ് ജോസഫ് എന്നു പേരുള്ള ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നാട്ടിലുള്ള കുട്ടികൾക്കും കുട്ടികളുടെ രക്ഷിതാക്കൾക്കും നല്ല അഭിപ്രായമായിരുന്നു. വലിയൊരു ബഹുമാനം ഉണ്ടായിരുന്നു. ഈ ജോസഫ് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിലൂടെ ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായി ജോലിയിലും അധ്യാപന മേഖലയിലുമെല്ലാം വലിയ വിജയം വരിച്ചിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞു, 2 മക്കളുണ്ട്. ജോസ് എന്ന 9 വയസ്സുള്ള മകനും ലൂക്കാസ് എന്ന 2 വയസ്സുള്ള ഒരു മകൻ. ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ആ കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഭാര്യ മരിക്കുന്നത്. ഇപ്പോ അമ്മയില്ലാതെ തന്റെ 2 മക്കളുമൊത്ത് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുകയാണ്. താനും സ്കൂളിൽ പോവുകയാണ്, മക്കളെ നോക്കാൻ ആരുമില്ല. അതുകൊണ്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ലൂസി എന്ന സ്ത്രീയെ രണ്ടാമതായി വിവാഹം കഴിക്കുന്നു. ലൂസി ഈ 2 മക്കളെയും സ്വന്തം മക്കളെ പോലെ തന്നെ വളർത്തി. നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്, രണ്ടാമത്തെ അമ്മയായ വരുന്ന സ്ത്രീകൾ ഈ ആദ്യ ഭാര്യയിൽ നിന്നുള്ള കുട്ടികളെ ടോർച്ചർ ചെയ്യുക, പീഡിപ്പിക്കുക, അവരെ ദുർവിനിയോഗം ചെയ്യുക, പല കേസുകൾ. പക്ഷെ ഇവിടെ ലൂസി വളരെ വ്യത്യസ്തയായ ഒരു സ്ത്രീയായിരുന്നു. 2 മക്കളെയും നന്നായി തന്നെ നോക്കി. ഇപ്പോ ഈ ദമ്പതികൾ ജോസഫിനും ലൂസിക്കും വീണ്ടും 2 കുട്ടികൾ ജനിച്ചു. പയസ് എന്ന ഒരു മകനും ബീന എന്ന പെൺകുഞ്ഞും ജനിച്ചു. 1968 വർഷം ജോസഫിനും ലൂസിക്കും ജനിച്ച പയസ് എന്ന ഈ ആൺകുട്ടിക്ക് 7 വയസ്സ്. ബീന എന്ന അവസാന മകൾക്ക് 1 വയസ്സാണ്. ഇങ്ങനെ ആ ഒരു കുടുംബത്തിൽ ആദ്യ ഭാര്യയിൽ ജനിച്ച ആ 2 മക്കളും ഒരു ടീനേജിലെത്തി. ഇങ്ങനെ ഈ 4 മക്കളെയും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി വളർത്തുന്നതിൽ ലൂസിക്ക് വലിയൊരു പങ്ക് തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ സന്തോഷത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ 1968 ഫെബ്രുവരി മാസം 7-ാം തീയതി ജോസഫ് ജോലി ചെയ്യുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളെ എല്ലാം കൊണ്ട് ഒരു ടൂർ പോവുകയാണ്. മലമ്പുഴ എന്ന സ്ഥലത്തേക്കാണ് ടൂർ പോകുന്നത്. സാധാരണ ഈ സ്കൂളിലൊക്കെ 1 ഡേ ടൂർ പോകില്ലേ, അതുപോലെ രാവിലെ പോയിട്ട് വൈകുന്നേരം മടങ്ങുന്ന രീതിയിലായിരുന്നു ഈ ഒരു ടൂറും. അങ്ങനെ ഹെഡ് മാസ്റ്ററായ ജോസഫും ടൂർ പോയി. തന്റെ രണ്ടാമത്തെ ഭാര്യയിൽ ജനിച്ച 7 വയസ്സുള്ള മൂത്ത മകനായ പയസിനെയും കൂടെ കൊണ്ടുപോയി. ഏകദേശം രാവിലെ തന്നെ ടൂറിന് എല്ലാവരും പുറപ്പെട്ടു. രാവിലെ 10 മണിക്ക് തിരികെ എത്തുന്നു. എല്ലാ മക്കളെയും അവരവരുടെ മാതാപിതാക്കൾ വന്ന് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ജോസഫും മകനും തിരികെ വീട്ടിലേക്ക് വരുന്നു. ലൂസി വീട്ടിലുണ്ടായിരുന്നു. അവർ വീടിനുള്ളിലേക്ക് സ്വാഗതം ചെയ്തു. ഇപ്പൊ ജോസഫ് ഭാര്യയോട് പറയുകയാണ്, ഇന്നത്തെ ദിവസം മുഴുവനും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടന്നു, നല്ല ക്ഷീണമുണ്ട്, എനിക്കൊന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞു. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് തന്റെ ആദ്യത്തെ 2 മക്കളെ കുറിച്ച് ചോദിച്ചു. ജോസ്, ലൂക്കാസ് എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചു. അവർ 2 പേരും അടുത്ത മുറിയിൽ ഉറങ്ങുകയാണ്, കളിച്ച് തളർന്നുറങ്ങുകയാണ് എന്ന് ലൂസി മറുപടി പറഞ്ഞു. ഇദ്ദേഹവും ശരി എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ മുറിയിൽ കിടന്നുറങ്ങുന്നു. ഈ പയസ് എന്ന 7 വയസ്സുകാരനും ഉറങ്ങാൻ തുടങ്ങി. സാധാരണ ഈ ജോസഫ് ജോലി ചെയ്യുന്ന സ്കൂളിന്റെ താക്കോൽ അദ്ദേഹത്തിന്റെ കയ്യിലാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത്. അദ്ദേഹം രാവിലെ ഏകദേശം ഒരു 8:30 സ്കൂളിൽ പോകും. സ്കൂൾ തുറക്കും. പിന്നെ ഒരു 9-9:30 ആകുമ്പോൾ മറ്റധ്യാപകർ വരാൻ തുടങ്ങും. അങ്ങനെ ടൂർ പോയി വന്ന അടുത്ത ദിവസം ഫെബ്രുവരി മാസം 8-ാം തീയതി ഒരു ടീച്ചർ 8:45 ആ സ്കൂളിലേക്ക് എത്തുന്നു. സ്കൂൾ തുറന്നിട്ടില്ല. അവർക്ക് അത് വല്ലാത്തൊരു ആശ്ചര്യം തോന്നി. കാരണം ജോസഫ് എന്ന ഹെഡ് മാസ്റ്റർ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പതിവായി 8:30 തന്നെ സ്കൂളിൽ എത്താറുണ്ട്. ഒരുപക്ഷെ ടൂർ പോയതിന്റെ ക്ഷീണത്തിൽ ഉറങ്ങുന്നുണ്ടാകാം എന്ന് കരുതി കാത്തിരുന്ന് നോക്കി. 9 മണിക്ക് വീണ്ടും മറ്റൊരു അധ്യാപിക എത്തുന്നു. അപ്പോഴും ജോസഫ് എത്തിയിട്ടില്ല. 9:15 അടുത്ത വീണ്ടും അധ്യാപകർ വരുന്നു. അപ്പോഴും ജോസഫ് എത്തിയിട്ടില്ല. സ്കൂളിൽ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരും എത്തി. പക്ഷേ ജോസഫ് എത്തിയില്ല. വല്ലാത്തൊരു കൺഫ്യൂഷനായി. എന്ത് ചെയ്യാം? ഇവിടെ കാത്തിരിക്കണോ, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററുടെ വീട്ടിലേക്ക് പോയി താക്കോൽ വാങ്ങണോ? ഇപ്പൊ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അധ്യാപകൻ പറഞ്ഞു, എത്ര സമയം ഇങ്ങനെ കാത്തിരിക്കാനാകും? ഒരു പക്ഷെ അദ്ദേഹം എന്ന് ലീവാണെങ്കിൽ എന്ത് ചെയ്യും? ആരെങ്കിലും പോയി താക്കോൽ വാങ്ങിക്കൊണ്ടുവാ എന്നും പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ ജോസഫിന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടി. ലൂസി വാതിൽ തുറന്നു. സർ, എന്തുകൊണ്ട് സ്കൂളിൽ വന്നില്ല? സ്കൂൾ തുറക്കാൻ താക്കോൽ വേണം എന്നാവശ്യപ്പെട്ടു. ലൂസി പറയുകയാണ്, ക്ഷമിക്കണം, ടൂർ കഴിഞ്ഞെത്തിയ ശേഷം അദ്ദേഹത്തിന് നല്ല ക്ഷീണവും തലവേദനയും. അദ്ദേഹം അതുകൊണ്ട് ഇപ്പോഴാണ് ആശുപത്രിയിലേക്ക് പോയത്. താക്കോൽ എന്റെ കയ്യിൽ തന്നിട്ടാണ് പോയത്. ഞാനത് തരാം എന്നും പറഞ്ഞ് താക്കോൽ എടുത്തുകൊണ്ടുവന്ന് അവരുടെ കയ്യിലങ്ങ് കൊടുത്തു. അങ്ങനെ ആ അധ്യാപകൻ ചെന്ന് സ്കൂൾ തുറക്കുന്നു. അന്നത്തെ ദിവസം സ്കൂൾ നടക്കുന്നു. പക്ഷെ അന്നത്തെ ദിവസം വൈകുന്നേരമായിട്ടും ജോസഫ് സ്കൂളിലേക്ക് എത്തിയിട്ടില്ല.
വൈകിട്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ അധ്യാപകൻ വീണ്ടും ജോസഫിന്റെ വീട്ടിൽ ചെന്ന് ലൂസിയുടെ കയ്യിൽ തന്നെ ആ ഒരു താക്കോൽ തിരികെ കൊടുത്തു. ഇപ്പോൾ ഫെബ്രുവരി മാസം 9-ാം തീയതി രാവിലെയും ജോസഫ് സ്കൂളിലേക്ക് എത്തിയില്ല, സ്കൂൾ തുറന്നില്ല. അധ്യാപകർ വിചാരിച്ചത് അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കാം. അന്നത്തെ ദിവസം വീണ്ടും കീ വാങ്ങാനായി ആ വീട്ടിലേക്ക് വരുന്നു. എന്നാൽ വീടിന്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. വീട്ടിൽ ആരും തന്നെ ഇല്ല. ഇപ്പോൾ ഈ അധ്യാപകൻ സമീപവാസികളോട് ചോദിച്ചു, ഹെഡ് മാസ്റ്റർ ഇന്നും സ്കൂളിൽ വന്നില്ല, ഭാര്യ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നില്ല, ഇവർക്കൊരു 4 മക്കളുണ്ടല്ലോ, അവരെയും കാണുന്നില്ല, വീട്ടിൽ ആരും തന്നെ ഇല്ലേ, എവിടെ പോയി എന്ന് ചോദിച്ചു. ഇതിന് അയൽവാസികൾ പറഞ്ഞത്, ഇല്ല, എപ്പോഴും ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ബിസിയായിരിക്കും, കുറഞ്ഞത് കുട്ടികളുടെ ശബ്ദമെങ്കിലും കേൾക്കും, പക്ഷെ ഇപ്പോ എവിടെ പോയിന്നറിയില്ല, ഏതൊരു ശബ്ദവും കേൾക്കുന്നില്ല എന്ന രീതിയിൽ അയൽവാസികളും പറഞ്ഞു. ഫെബ്രുവരി മാസം 9-ാം തീയതി സ്കൂൾ തുറക്കാനാകാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. ഈ 8-ാം തീയതി വെള്ളിയാഴ്ചയാണ്, സ്കൂൾ തുറന്നു. 9-ാം തീയതി ശനിയാഴ്ച, സ്കൂൾ ലീവാണ്. പക്ഷെ അധ്യാപകർക്ക് അന്ന് ജോലിയുണ്ട്. അന്നും സ്കൂൾ ഓപ്പൺ ചെയ്യാൻ സാധിച്ചില്ല. ഒരുപക്ഷെ അദ്ദേഹം ആശുപത്രിയിലായിരിക്കാം. ഞായറാഴ്ച എല്ലാ കാര്യവും ശരിയാക്കി തിങ്കളാഴ്ച അദ്ദേഹം സ്കൂളിൽ വരും എന്ന് കരുതി അധ്യാപകർ സ്കൂൾ തുറക്കാതെ വീട്ടിലേക്ക് പോയി. ഇങ്ങനെ അടുത്ത ദിവസം ഫെബ്രുവരി മാസം 10-ാം തീയതി ഞായറാഴ്ച രാവിലെ ഒരു 8 മണിക്ക് ജോസഫിന്റെ വീട്ടിൽ നിന്നും കുറച്ച് കിലോമീറ്റർ അകലെയുള്ള മാറികപ്പള്ളിയിലേക്ക് ഈ ഹെഡ് മാസ്റ്ററും കുടുംബവും എല്ലാ ഞായറാഴ്ചയും ചെന്ന് പ്രാർത്ഥിക്കും. രാവിലെ ഒരു 8 മണിക്ക് ജോസഫിന്റെ ഭാര്യ ആ ഒരു ചർച്ചിലേക്ക് പോകുന്നു. അവിടെ ഫാദർ ഉണ്ട്. വികാരിയോട് പറഞ്ഞു, ഫാദർ, ഇന്നത്തെ പ്രാർത്ഥന എനിക്ക് എൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി നടത്തണം എന്നാവശ്യപ്പെട്ടു. ഇങ്ങനെയുള്ള പ്രത്യേക പ്രാർത്ഥനയ്ക്ക് സാധാരണ ഒരു തുക അടയ്ക്കേണ്ടതുണ്ടായിരുന്നു. ഇപ്പോൾ ഫാദർ ചോദിച്ചു, എത്ര പേരുടെ പേരിലാണ് പ്രാർത്ഥന നടത്തേണ്ടത് എന്ന്. എൻ്റെ വീട്ടിൽ 5 പേരുണ്ട്, 5 പേരുടെ വീട്ടിലും പ്രാർത്ഥന നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു 20-25 രൂപ പേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഫാദറുടെ മുൻപിൽ വെച്ച് തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന പേഴ്സ് തുറന്ന് പണം കയ്യിലെടുത്തു. ഒരു 25 രൂപ. 25 രൂപയാണോ എന്നുള്ളതിൽ എനിക്ക് വ്യക്തതയില്ല. ഇതിലെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഫാദർ അത് അത്ഭുതത്തോടു കൂടി നോക്കി നിന്നു. കാരണം ലൂസിയുടെ പേഴ്സിൽ ഒരു വലിയ നോട്ടിന്റെ ബണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഫാദർ ലൂസിയോട് ചോദിച്ചു, എന്താ മോളെ, ഇത്രയധികം പണം നീ എന്തിനാണ് കയ്യിൽ വെച്ചിരിക്കുന്നത് എന്ന്. ഇല്ല ഫാദർ, വീട്ടിൽ മറ്റാരുമില്ല, പണം അവിടെ വയ്ക്കാനും എനിക്കൊരു ഭയം, മോഷ്ടിക്കപ്പെടുമോ എന്നുള്ള ഭയം, അതുകൊണ്ടാണ് കയ്യിൽ എടുത്തുകൊണ്ട് വന്നതെന്ന് ചോദിച്ചു. ഇപ്പൊ ഫാദർ ചോദിച്ചു, ജോസഫ് എവിടെയാണ്, കുട്ടികൾ എവിടെയാണ്, ഇന്നാരും പള്ളിയിൽ വന്നില്ല എന്ന് ചോദിച്ചു. അതിന് ലൂസി, ഇല്ല ഫാദർ, അവരെല്ലാം പുറത്ത് ടൗണിൽ പോയിരിക്കുകയാണ്, നാളെ മടങ്ങി വരും എന്നും പറഞ്ഞു. ഇപ്പൊ ഫാദറിന് വല്ലാത്തൊരു ആശങ്ക തോന്നി. എങ്കിൽ പോലും, ശരി മോളെ, സൂക്ഷിച്ച് നീ പണം വച്ചിരിക്കുക, ഇത്രയും പണം കയ്യിൽ വച്ചിരിക്കുന്നതും അബദ്ധം തന്നെയാണ്, നീ സൂക്ഷിച്ച് കൈകാര്യം ചെയ് എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഫാദറുടെ ഉള്ളിൽ എന്തോ ഒരു സംശയം അങ്ങനെ പൊങ്ങി തുടങ്ങിക്കൊണ്ടിരുന്നു. സാധാരണ അവർ പള്ളിയിൽ വരുമ്പോൾ കയ്യിൽ ഒരു പേഴ്സ് മാത്രമേ കാണൂ, പേഴ്സിനുള്ളിൽ അധിക പണം കാണില്ല. ഇന്ന് അധിക പണവുമുണ്ട്, പോരാത്തതിന് കയ്യിൽ മറ്റൊരു സൂട്ട് കേസുമുണ്ട്. ആ സൂട്ട് കേസിനുള്ളിൽ എന്താണ് എന്ന് ലൂസിയോട് ചോദിച്ചു. ഇല്ല, ഒന്നുമില്ല ഫാദർ, കുറച്ച് വസ്തുക്കളാണ് അതിനുള്ളിൽ എന്നും പറഞ്ഞു. ഫാദറിന് വീണ്ടും ആ സംശയം അവസാനിച്ചില്ല. എനിക്ക് എന്തോ വല്ലാതെ തോന്നുന്നു മോളെ, നീ ആ സൂട്ട് കേസ് തുറന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ലൂസിയും, എന്താ ഫാദർ ഇങ്ങനെ ചോദിക്കുന്നത്, എന്റെ സൂട്ട് കേസ് ഞാൻ എന്തിനു നിങ്ങളെ തുറന്ന് കാണിക്കണം. ഇപ്പൊ ഫാദർ പറഞ്ഞത്, നീ പള്ളിക്കുള്ളിലേക്ക് കടന്നാൽ ഇവിടെയുള്ള നിയമങ്ങൾ നീ ഫോളോ ചെയ്യണം. എനിക്കെന്തോ തെറ്റ് സംഭവിക്കുന്നത് പോലെ തോന്നുകയാണ്, നീ ഇപ്പോൾ തന്നെ അത് തുറന്നു കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ലൂസിയും തുടർച്ചയായി പറ്റില്ല എന്ന് എതിർത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് പള്ളിയിൽ ജോലി ചെയ്യുന്നവരും പള്ളിയിലേക്ക് വന്നവരും ഒക്കെ അവിടെ ഇങ്ങനെ കൂട്ടം കൂടാൻ തുടങ്ങി. എല്ലാവരും ചേർന്ന് ലൂസിയോട് ആ സൂട്ട് കേസ് തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. അവളും കഴിയില്ല എന്ന് പരമാവധി പറഞ്ഞു നോക്കി. ഇപ്പൊ മറ്റു മാർഗമില്ലാത്തത് കൊണ്ട് ലൂസി ആ സൂട്ട് കേസിന്റെ താക്കോൽ അവർക്ക് നൽകി. ചർച്ചിലെ ജീവനക്കാർ ആ സൂട്ട് കേസ് തുറന്നു നോക്കിയപ്പോൾ കണ്ട ആ ഒരു കാഴ്ച വളരെ ഭീകരമായിരുന്നു. എല്ലാവരും അങ്ങനെ മരവിച്ചു നിന്നുപോയി. അവിടെയുള്ള ജോലിക്കാരും ഫാദറും പള്ളിയിൽ വന്ന ചിലരും പ്രാർത്ഥിക്കാൻ വന്നവരുമൊക്കെ അങ്ങനെ നിശബ്ദരായിപ്പോയി. ലൂസി എന്ന സ്ത്രീ സൂട്ട് കേസിൽ എന്താണ് കൊണ്ടുവന്നത്? ആ വീട്ടിലുണ്ടായിരുന്ന ജോസഫ് മക്കളെല്ലാം വിചിത്രമായ രീതിയിൽ എവിടേക്കാണ് മാഞ്ഞു പോയത്? സത്യത്തിൽ ആ മുഴുവൻ കുടുംബത്തിനും എന്ത് സംഭവിച്ചു എന്നുള്ള പല കുഴപ്പങ്ങളും ട്വിസ്റ്റുകളും നിറഞ്ഞ കേരളത്തിൽ സംഭവിച്ച വളരെ വ്യത്യസ്തമായൊരു സംഭവമാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. ഈ മുഴുവൻ കുടുംബത്തിനും എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ അറിയുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ആ പള്ളിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ ലൂസി കൊണ്ടുവന്ന ആ സ്യൂട്ട് കേസിൽ എന്താണ് കണ്ടതെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡി ആയിരുന്നു. അത് മറ്റാരുമല്ല, ലൂസി ജോസഫ് ഇവർക്ക് ജനിച്ച അവസാനത്തെ പെൺകുഞ്ഞായ 1 വയസ്സുള്ള കുഞ്ഞായ ബീനയായിരുന്നു. ആ സ്യൂട്ട് കേസിനുള്ളിൽ മടക്കി ചുരുട്ടി അങ്ങനെ വച്ചിരിക്കുകയായിരുന്നു. ഇത് കണ്ട ഉടനെ ഫാദർ വല്ലാതെ ഞെട്ടിപ്പോയി. ഉടൻ തന്നെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കുന്നു. പോലീസുകാരും അല്പസമയത്തിനുള്ളിൽ സംഭവസ്ഥലത്തെത്തി ലൂസിയെ കൈയോടെ പിടികൂടുകയും ചെയ്തു. അവരുടെ അന്വേഷണം ആരംഭിച്ചു. തുടക്കത്തിൽ ഒരമ്മ തന്റെ 1-1.5 വയസ്സുള്ള കുഞ്ഞിനെ കൊന്നു എന്ന രീതിയിലായിരുന്നു പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. എന്ത് സംഭവിച്ചുവെന്ന് പോലീസിനോട് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞൊരു കുറ്റസമ്മതം അത് മുഴുവൻ പോലീസുകാരെയും ഞെട്ടിച്ചു. കേരളത്തിൽ ഇതുവരെയും എത്രയേറെ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടാകും. ഈ സംഭവം നടക്കുന്നതിന് മുൻപും പല കുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ലൂസി പറഞ്ഞ കുറ്റസമ്മതം, അവൾ ചെയ്തൊരു കാര്യം, അത് അങ്ങനൊരു ക്രൈം കേരള പോലീസ് എന്നല്ല, കേരള ജനത പോലും ഇതിനു മുൻപ് നേരിട്ടിട്ടില്ല. അത്രത്തോളം ഇവർ പറഞ്ഞൊരു കൺഫെഷൻ മുഴുവൻ ജനങ്ങൾക്കിടയിൽ തന്നെ, കേരള ജനതയ്ക്കിടയിൽ തന്നെ ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ചു. ലൂസി പോലീസിനോട് കുറ്റസമ്മതം നടത്തിയതിനു ശേഷം നേരെ പോലീസ് ലൂസിയും കൊണ്ട് വീട്ടിലേക്കാണ് പോയത്. ലൂസിയുടെ വീടിന് പിന്നിൽ ഒരു ചെറിയൊരു പുഴയുണ്ട്, ഒരു ചെറിയ തോട് പോലെ. അതിനു ചുറ്റും ഒരുപാട് പുല്ലുകൾ വളർന്നിട്ടുണ്ട്. കുറച്ച് മാറി ഒരു വലിയ വൈക്കോൽ കൂനയുമുണ്ട്. പോലീസ് ചോദിച്ചു, ജോസഫ് എവിടെയാണ്? ജോസഫിന്റെ ആദ്യ ഭാര്യയ്ക്ക് ജനിച്ച ജോസ് ലൂക്കസ്, ഈ 2 മക്കൾ എവിടെയാണെന്ന് ചോദിച്ചു. ഇപ്പോൾ ലൂസി ഒരു വൈക്കോൽ കൂനയെ നോക്കി കൈ കാണിച്ചു. പോലീസ് ഉടൻ തന്നെ അവിടേക്ക് പോകുന്നു. ഒരുപാട് വൈക്കോൽ, അതിനെ പതിയെ പതിയെ അവരങ്ങ് മാറ്റി നോക്കി. ഇങ്ങനെ മാറ്റുമ്പോൾ അകത്തു നിന്നും വല്ലാത്ത ദുർഗന്ധം വരാൻ തുടങ്ങി. വീണ്ടും പോലീസുകാർ പതിയെ പതിയെ ആ വൈക്കോൽ കൂന നോക്കി അതിനുള്ളിലേക്ക് നോക്കുമ്പോൾ 2 മൃതദേഹങ്ങൾ അവിടെ നിന്നും കണ്ടെടുത്തു. ഏകദേശം അഴുകിയ ഒരു അവസ്ഥയിലായിരുന്നു. അത് ജോസ് എന്ന കുട്ടിയുടെയും ലൂക്കസ് എന്ന കുട്ടിയുടെയുമായിരുന്നു. മൃതദേഹം അഴുകിയെന്ന് മാത്രമല്ല, അവരെ കൊന്നതാണ്. കൊലപാതകമാണെങ്കിൽ കൂടിയും അത്രയേറെ ക്രൂരമായി തന്നെ കൊന്നിട്ടുണ്ട്. അവരുടെ മുഖമെല്ലാം ചതഞ്ഞിട്ടുണ്ട്, ശരീരമെല്ലാം ചതകളെല്ലാം പുറത്തേക്ക് വന്ന് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇതിനെയൊക്കെ ഓവർ കില്ലിംഗ് എന്നും പറയും. അതായത് ഒരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ നിസ്സാരമായി കൊല്ലാൻ സാധിക്കും. തലയിൽ അടിച്ചോ അല്ലെങ്കിൽ കത്തി കൊണ്ട് കൊത്തിയോ സെക്കൻഡുകൾക്കുള്ളിൽ കൊല്ലാൻ സാധിക്കും. എന്നാൽ മരിച്ചതിന് ശേഷം പോലും അവരോടുള്ള ദേഷ്യവും വെറുപ്പും കാരണം വീണ്ടും വീണ്ടും കത്തി കൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുക, ആക്രമിച്ചുകൊണ്ടിരിക്കുക, ഇതിനെയാണ് ഓവർ കില്ലിംഗ് എന്ന് പറയുന്നത്. പേഴ്സണലായി അവരോട് വല്ലാത്തൊരു ദേഷ്യവും വെറുപ്പും ഉള്ളവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ 2 കുട്ടികളുടെയും ഡെഡ് ബോഡി പോലീസ് പുറത്തേക്കെടുത്തു. അതിനുശേഷം പോലീസ് വീണ്ടും ലൂസിയോട് ചോദിച്ചു, ജോസഫ് എവിടെയാണ്? നിന്റെ മകനായ പയസ് എവിടെയാണെന്ന് ചോദിച്ചു. ലൂസി വീണ്ടും മറ്റൊരു വൈക്കോൽ കൂനയെ നോക്കി കൈ ചൂണ്ടി കാണിച്ചു. പോലീസ് അവിടെ ചെന്ന് തിരഞ്ഞു. അത് തുറന്നു നോക്കിയപ്പോൾ ജോസഫ് എന്ന ഹെഡ് മാസ്റ്ററുടെ ശരീരം കണ്ടെത്തി. ഇതുവരെയും പോലീസ് കണ്ടെത്തിയ ഈ ഡെഡ് ബോഡികളിൽ വളരെ ക്രൂരമായ ഒരു അവസ്ഥയിലായിരുന്നത് ഈ ജോസഫിന്റെ ഡെഡ് ബോഡി ആയിരുന്നു. മുഖം തിരിച്ചറിയാനാകാത്ത വിധം തകർന്നിട്ടുണ്ട്. ചതകളെല്ലാം പുറത്തേക്ക് വന്ന് ശരീരത്തിൽ പല വെട്ടുകളും കുത്തുകളും. പോലീസിന് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയാത്തൊരു കാഴ്ചയായിരുന്നു അത്. ഇതിലൂടെ പോലീസിന് മനസ്സിലായി ജോസഫിനെ കൊന്നവർക്ക് അയാളോട് എത്രത്തോളം വെറുപ്പുണ്ടായിരുന്നുവെന്ന്. ഇപ്പൊ ജോസഫിന്റെ ഡെഡ് ബോഡി പുറത്തേക്കെടുത്തു. അടുത്തത് ഈ പയസ് എന്ന ജോസഫിനും ലൂസിക്കും ജനിച്ച 7 വയസ്സുള്ള മകന്റെ ഡെഡ് ബോഡി കണ്ടെത്തി. അവന്റെ തലയിൽ മാത്രമാണ് ഒരു പരിക്കുണ്ടായിരുന്നത്. മറ്റുള്ളവരെ ക്രൂരമായി കൊന്നതുപോലെ ഇവനെ ചെയ്തിട്ടില്ല. അങ്ങനെ അവരുടെ വീടിന് പുറകിൽ മൊത്തം 4 മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ 4 പേരെയും ഞാനാണ് കൊന്നത് എന്ന് ലൂസി സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ലൂസി പറഞ്ഞത്, എൻ്റെ അവസാനത്തെ മകൾ, അതായത് സ്യൂട്ട് കേസിൽ അവർ കൊണ്ടുവന്ന മകളെ ഞാൻ കൊന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവസാനം മകൾ ഒരു ഏണിയിൽ കയറി കളിക്കുകയായിരുന്നു. അബദ്ധത്തിൽ അവൾ താഴെ വീണ് മരിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ പോലീസ് ഇവൾ പറയുന്ന ഈ തിയറി വിശ്വസിക്കാൻ തയ്യാറായില്ല. 4 കൊലപാതകങ്ങൾ ചെയ്ത നീ ഈ ഒരു കൊലപാതകം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? അതുകൊണ്ട് 1 വയസ്സുള്ള കുഞ്ഞിനെയും ലൂസി തന്നെയാണ് കൊന്നത് എന്ന് പോലീസ് ഉറച്ചു വിശ്വസിച്ചു. ശരി, ഒരു കുടുംബത്തിലെ സ്ത്രീ ഭർത്താവിനെ മക്കളെയും ക്രൂരമായി തന്നെ കൊന്നു. ഈ കൊലപാതകം എന്ന് പറയുമ്പോൾ ക്രൈമിൽ തന്നെ ഏറ്റവും ഉയർന്ന ക്രൈമാണ്. മൂന്നാമതായി ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ ശത്രുക്കളെ കൊല്ലുക, ഇതൊക്കെ ശക്തമായൊരു മോട്ടീവ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഒരു കുടുംബത്തിലെ സ്ത്രീ തൻ്റെ കുടുംബത്തിലെ മുഴുവൻ പേരെയും കൊന്നുവെന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ തീർച്ചയായും സ്ട്രോങ് ആയ ഒരു കാരണമുണ്ടാകുമെന്ന് പോലീസിനറിയാം. അതുകൊണ്ട് പോലീസ് ചോദിച്ചു, നിങ്ങൾ കൊന്നു എന്ന് മനസ്സിലായി, എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ കുടുംബത്തെ മുഴുവനും കൊന്നത് എന്ന് ചോദിക്കുന്നു. ഇതിന് ലൂസി പറഞ്ഞത്, ഞാൻ ജോസഫിനെ ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടിയാണ് വിവാഹം കഴിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം മക്കൾക്ക് നല്ലൊരു അമ്മ ആവശ്യമായിരുന്നു. ആ സമയത്ത് മക്കൾക്ക് 9 വയസ്സും 2 വയസ്സും ഒക്കെ ആയിരുന്നു.
ഞാൻ എൻ്റെ സ്വന്തം മക്കളെ പോലെ അവരെ നോക്കി വളർത്തി. എന്നിട്ടും ജോസഫിന് ഒരു തരത്തിലും എന്നോട് ഒരു നന്ദിയും ഇല്ലായിരുന്നു. പ്രതിദിനം എന്നെ മർദ്ദിച്ചുകൊണ്ടേയിരുന്നു. ശാരീരികമായും മാനസികമായും ടോർച്ചർ ചെയ്യുമായിരുന്നു. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന സ്ത്രീധനം തികഞ്ഞില്ല. ഞാനൊരു സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്, നീ ഇത്രമാത്രമാണോ സ്ത്രീധനം കൊണ്ടുവന്നത്? ഇങ്ങനെ ചോദിച്ചാണ് എന്നെ ദിവസവും അടിക്കുകയും ടോർച്ചർ ചെയ്യുകയും ചെയ്തത്. അതും കുട്ടികളുടെ മുൻപിൽ വെച്ച് തന്നെ എന്നെ വല്ലാതെ അപമാനിക്കും. നാൾക്ക് നാൾ ഇദ്ദേഹത്തിന്റെ ഈ ക്രൂരത അധികമായിക്കൊണ്ടിരുന്നു. പിന്നീട് ജോസഫിനും എനിക്കും അടുത്ത് 2 കുട്ടികൾ കൂടെ ജനിച്ചു. ഭർത്താവ് അത്രയേറെ എന്നെ ദ്രോഹിച്ചെങ്കിൽ പോലും 4 മക്കളെയും ഞാൻ ഒരുപോലെ തന്നെ വളർത്തി. അപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലെ 2 മക്കളെയും ഞാൻ നന്നായി സ്നേഹിച്ചു വളർത്തുന്നത് കൊണ്ട് അവർ ഒരു പ്രായം എത്തുമ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അവർ എന്നെ സപ്പോർട്ട് ചെയ്യും, അച്ഛനെ എതിർത്ത് സംസാരിക്കും. എന്തിനാണ് അമ്മ ഇങ്ങനെ അടിക്കുന്നത്? അമ്മ നമ്മളെ നന്നായി നോക്കുന്നുണ്ടല്ലോ, അമ്മയെ നിങ്ങൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാമോ എന്ന രീതിയിൽ എനിക്ക് സപ്പോർട്ടായി അവർ നിൽക്കും, സംസാരിക്കും എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ ജോസ് ലൂക്കസ് ഈ 2 മക്കളും അവരുടെ ഈ രണ്ടാനമ്മയെ അംഗീകരിക്കാൻ കഴിയാതെ അച്ഛനെയാണ് സപ്പോർട്ട് ചെയ്തത്. അച്ഛൻ ചെയ്ത ക്രൂരതകളെല്ലാം ഇവർ പൂർണ്ണമായും അംഗീകരിച്ച് ചെറുതായി പോലും ലൂസിയെ സപ്പോർട്ട് ചെയ്തില്ല. ഇപ്പൊ ലൂസിക്ക് തന്റെ ഭർത്താവിനോടും ഭർത്താവിൽ ആദ്യത്തെ ഭാര്യയിൽ നിന്നും ജനിച്ച ഈ 2 മക്കളോടും തീരാത്തൊരു വെറുപ്പുണ്ടാകുന്നു. അതും ഈ ദേഷ്യം അത് ഒറ്റ ദിവസത്തിൽ വന്നതല്ല. ദിവസങ്ങളോളം ഓരോ ദിവസവും എപ്പോഴെല്ലാമാണോ ജോസഫ് അവളെ ടോർച്ചർ ചെയ്യുന്നത്, അപ്പോൾ ജോസഫിനോടുള്ള വെറുപ്പ് വർദ്ധിച്ചുകൊണ്ടേ വന്നു. ഈ കുട്ടികളും തനിക്ക് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് ഇത് 1-2 ദിവസത്തിൽ നടന്ന സംഭവമൊന്നുമല്ല. ദിവസങ്ങൾ, പല രാത്രികൾ, പല പകലുകൾ, വർഷങ്ങളോളം ഈ ഒരു വെറുപ്പ് മനസ്സിൽ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. അത് ഏതെങ്കിലും ഒരു ദിവസം പൊട്ടിത്തെറിക്കുമെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ലൂസി ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. ഒരു ഘട്ടമെത്തിയപ്പോൾ ലൂസി ചിന്തിച്ചു, ഇയാളുമ്മ ഇത്രകാലം ജീവിച്ചു, തനിക്ക് യാതൊരു വിലയും വീട്ടിൽ കിട്ടുന്നില്ല, ഇങ്ങനൊരു ഭർത്താവും മക്കളും തനിക്ക് എന്തിനാണ് ആവശ്യം? അതുകൊണ്ട് എല്ലാവരെയും ഇല്ലാതാക്കിയിട്ട് സമാധാനമായ ഒരു ജീവിതം നയിക്കണം എന്ന് ചിന്തിച്ച് വിപരീതമായ ഒരു തീരുമാനമെടുക്കുന്നു. ആ ഒരു സമയത്തിനായി അവൾ കാത്തിരിക്കുന്നു. അപ്പോഴാണ് 1968 ഫെബ്രുവരി മാസം 7-ാം തീയതി തനിക്കും ജോസഫിനും ജനിച്ച പയസ് എന്ന മകനെയും കൊണ്ട് ജോസഫ് ടൂർ പോകുന്നു. രാവിലെ മുഴുവനും ഭർത്താവ് വീട്ടിലുണ്ടാകില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ആദ്യ ഭാര്യയിൽ ജനിച്ച 2 മക്കളെയും കൊല്ലാൻ അതാണ് ശരിയായ ദിവസവും സമയവും എന്നവൾക്ക് മനസ്സിലായി. രാവിലെ 7 മണിക്ക് ജോസഫ് ടൂർ പോകുന്നു. ഈ ജോസ് ലൂക്കസ് ഇവർ ഓരോരോ മുറിയിൽ ഉറങ്ങുകയാണ്. ഈ കൊലപാതകത്തിന് വേണ്ടി അവൾ 3 വ്യത്യസ്ത ആയുധങ്ങളായിരുന്നു എടുത്തത്. ഒരു വലിയ മഴു, വെട്ടുകത്തി, കമ്പിപ്പാരയുമായിരുന്നു അവൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. ഈ 3ഉം കയ്യിലെടുത്തുകൊണ്ട് ജോസ് ഉറങ്ങുന്ന മുറിയിലേക്ക് പോകുന്നു. ആ ഉറക്കത്തിൽ തന്നെ എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയുന്നതിന് മുൻപ് മഴ കൊണ്ട് അവന്റെ തലയിൽ തന്നെ അടിച്ചു. ഒറ്റയടി മാത്രമേ അടിച്ചുള്ളൂ, പക്ഷെ അപ്പൊ തന്നെ അവൻ മരിച്ചു. എന്നാൽ അവനിൽ ഇതിനകം തന്നെ ലൂസിക്ക് വല്ലാത്തൊരു വെറുപ്പുണ്ടായിരുന്നു. അവൻ മരിച്ചുവെന്ന് അറിഞ്ഞിട്ട് കൂടിയും അവനിലുണ്ടായിരുന്ന ദേഷ്യം മാറിയില്ല. കത്തി, അരിവാൾ, ആ മഴു, കമ്പിപ്പാര എല്ലാം വെച്ച് മാറി മാറി തന്റെ ദേഷ്യം തീരുന്നത് വരെയും അവനെ വെട്ടാൻ തുടങ്ങി. കത്തി കൊണ്ട് കുത്തി ഇറക്കാൻ തുടങ്ങി. ശരീരം മുഴുവനും വെട്ടി ചതയെല്ലാം പുറത്തേക്ക് വന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് ആ ഡെഡ് ബോഡി എത്തി. ഇപ്പോൾ അടുത്ത മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന ലൂക്കസിന്റെ അടുത്തേക്ക് പോകുന്നു. സാധാരണ ഇവരുടെ മകനായ പയസും ലൂക്കസും ഒരു മുറിയിലാണ് കിടക്കുന്നത്. പയസ് ഇന്ന് ടൂർ പോയത് കൊണ്ട് അവൻ ഇന്നില്ല. ലൂക്കസ് ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. ജോസിനെ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ലൂക്കസിനെയും കൊല്ലുന്നു. ശരീരം മുഴുവനും ചതച്ച് കീറിക്കളയുന്നു. 2 പേരുടെ ഡെഡ് ബോഡിയും വീടിന് പുറകിലുള്ള ഈ വൈക്കോൽ കൂനയ്ക്കെടുത്ത് കൊണ്ടുവന്നു. ഈ ഡെഡ് ബോഡി അതിനുള്ളിൽ വെച്ച് മറവ് ചെയ്യുകയും ചെയ്തു. ലൂസിയുടെ ഒരു പദ്ധതി, ഈ ഡെഡ് ബോഡി കുറച്ച് കഴിയുമ്പോൾ അഴുകും, അപ്പോൾ ഈ വൈക്കോലുമായി ചേർത്ത് കത്തിക്കാം. അപ്പോൾ വൈക്കോലുമായി ചേർന്ന് ഈ ബോഡി കത്തി നശിക്കും, തനിക്ക് യാതൊരു പ്രശ്നവും വരില്ല എന്നാണ് ചിന്തിച്ചത്. 2 പേരെയും കൊന്ന് വീടിനുള്ളിലേക്ക് വരുന്നു. വീടിനുള്ളിൽ വന്നപ്പോൾ എവിടെ നോക്കിയാലും രക്തം മാത്രം. അതുകൊണ്ട് ആ ക്രൈം സീൻ മുഴുവനും വൃത്തിയാക്കണം. ഭർത്താവ് വൈകുന്നേരം വരും, അതിനുള്ളിൽ എല്ലാം ശരിയാക്കണം. അതുകൊണ്ട് സോപ്പ്, സർഫ്, കയ്യിൽ കിട്ടിയതെല്ലാം വെച്ച് വൃത്തിയാക്കുന്നു. രക്തം പുരണ്ട പായും വസ്ത്രങ്ങളും എല്ലാം കത്തിച്ചു കളഞ്ഞു. രക്തക്കറകളെല്ലാം മായ്ച്ചു കളഞ്ഞു. കോടാലിയും മറ്റു ആയുധങ്ങളും എല്ലാം വെള്ളം വെച്ച് കഴുകി. കാട്ടുപുല്ലിന്റെ കിഴങ്ങ് ഇടിച്ച് പിഴിഞ്ഞ് മുറിയിലെല്ലാം തളിച്ചു. മുറിക്കുള്ളിലെ ഗന്ധം ഒഴിവാക്കാനായിരുന്നു അവളത് ചെയ്തത്. വീട്ടിൽ ഇതിനകം തന്നെ അവരുടെ 1 വയസ്സുള്ള മകളുണ്ട്. അവളെ വെച്ചുകൊണ്ട് ഈ 2 കൊലപാതകം ചെയ്യുന്നത് ലൂസിക്ക് വലിയ കാര്യമേ അല്ല. ഇങ്ങനെ ആ വീട്ടിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ അവൾ കാത്തിരുന്നു. രാത്രി ടൂറിന് പോയ ഭർത്താവും പയസ് എന്ന 7 വയസ്സുള്ള മകനും വന്നു. അദ്ദേഹം വന്ന് വല്ലാത്ത ക്ഷീണത്തിലായതുകൊണ്ട് 2 മക്കളെക്കുറിച്ച് ചോദിക്കുന്നു. അവർ അടുത്ത മുറിയിൽ ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് ജോസഫ് പോയി. അവരെ ചെന്ന് നോക്കണമെന്ന് പോലും തോന്നിയില്ല. ക്ഷീണത്തിൽ അദ്ദേഹം തൻ്റെ മുറിയിൽ കിടന്ന് ഉറങ്ങി. ടൂറിന് പോയ പയസ് എന്ന കുഞ്ഞും മറ്റൊരു മുറിയിൽ കിടന്നുറങ്ങി. ഇപ്പോൾ ആദ്യത്തെ 2 പേരെ എങ്ങനെയാണോ കൊന്നത് അതുപോലെ ഭർത്താവിനെ
ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഫെബ്രുവരി മാസം 8-ാം തീയതി രാവിലെ ആയിരുന്നു. ഉറങ്ങിക്കിടന്നിരുന്ന ജോസഫിനെയും കോടാലി ഉപയോഗിച്ചും പാര ഉപയോഗിച്ചും കത്തിക്കൊണ്ടും എല്ലാം അവളുടെ ദേഷ്യം അടങ്ങുന്നത് വരെയും അപ്പോഴും അടങ്ങിയിട്ടില്ല. പക്ഷേ മാക്സിമം എന്തെല്ലാം ചെയ്യാൻ കഴിക്കുമോ അതെല്ലാം അവൾ ചെയ്തു. ഈ കത്തിയെന്നൊന്നും പറയാൻ സാധിക്കില്ല, അരിവാളെന്ന് തന്നെ പറയാം. അങ്ങനെ അവൾ വെട്ടിയെരിഞ്ഞ് കത്തികൊണ്ട് കുത്തി വളരെ ക്രൂരമായി തന്നെ കൊന്നു. ഇത്രയും പേരെ കൊന്നതിൽ അവൾ വളരെ ക്രൂരമായി അടക്കാനാകാത്ത ദേഷ്യത്തോടു കൂടി കൊന്നത് ജോസഫിനെ ആയിരുന്നു. കാരണം അദ്ദേഹത്തിനോടായിരുന്നു അവൾക്ക് പൂർണ്ണ നേരിട്ടുള്ള ഒരു വെറുപ്പുണ്ടായിരുന്നത്. ഇങ്ങനെ ജോസഫിനോട് അവളുടെ വെറുപ്പെല്ലാം കാണിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ മകനായ പയസ് അവിടെ വരുന്നത്. അച്ഛനെ അമ്മ കൊല്ലുന്നത് ആ കുഞ്ഞ് നേർക്ക് നേർ കണ്ടു. സത്യത്തിൽ ലൂസിയുടെ പദ്ധതി തന്റെ ഭർത്താവിനെയും ആദ്യ ഭാര്യയിൽ ജനിച്ച മക്കളെയും കൊല്ലണം എന്നുള്ളത് മാത്രമായിരുന്നു. ലൂസി തന്റെ ഭർത്താവിനെ കൊന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മകൻ മുറിയുടെ വാതിലിന് മുൻപിൽ നിൽക്കുകയാണ്. ഇതവൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. എങ്ങനെ പ്രതികരിക്കണമെന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ആ 7 വയസ്സുള്ള മകന് കൃത്യമായി മനസ്സിലായി അടുത്ത് തനിക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്ന്. അവൻ വളരെ വേഗത്തിൽ ഓടാൻ തുടങ്ങി. എന്നാൽ ലൂസിയും അവന് പുറകെ ഓടി അവന്റെ തലമുടി പിടിച്ചു വലിച്ച് ഇരുമ്പ് റോഡ് കൊണ്ട് തന്നെ അവന്റെ തലയടിച്ചു കൊല്ലുന്നു. ഈ പൈസ് എന്ന മകൻ അവളുടെ സ്വന്തം മകനായതുകൊണ്ട് ആ കുഞ്ഞിനോട് അത്ര വെറുപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഓവർ കില്ലിംഗ് എന്ന ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അവന് കൂടുതലായി ഒന്നും ചെയ്തില്ല. ആ ഒരു ഒറ്റ അടിയിൽ തന്നെ ആ കുഞ്ഞ് മരിച്ചു. അടുത്ത് ജോസഫിന്റെയും പൈസിന്റെയും ശരീരം വീടിന് പിന്നിലുള്ള മറ്റൊരു വൈക്കോൽ കൂനയ്ക്കുള്ളിൽ മറവ് ചെയ്യുന്നു. പിന്നെ വീണ്ടും വീട്ടിലേക്ക് വന്ന് രക്തക്കറകളെല്ലാം വൃത്തിയാക്കുന്നു. സോപ്പ്, മഞ്ഞൾപ്പൊടി, വീടിനുള്ളിൽ എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതെല്ലാം എടുത്ത് വൃത്തിയാക്കാൻ തുടങ്ങി. ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്ത ശേഷം ലൂസിക്കും വല്ലാത്ത ക്ഷീണം തോന്നി. അങ്ങനെ കിടന്നുറങ്ങി. പിന്നീടായിരുന്നു ഈ സ്കൂൾ തുറക്കണം എന്നാവശ്യപ്പെട്ട് സ്കൂൾ അധ്യാപകർ വീട്ടിലേക്ക് വന്ന് ചാവി വാങ്ങിക്കൊണ്ടുപോയത്. ഇപ്പൊ നന്നായി ഉറങ്ങി എഴുന്നേറ്റ് ലൂസി തന്റെ 1 വയസ്സുള്ള മകൾ എന്ത് ചെയ്യുന്നുവെന്നറിയാനായി നോക്കാൻ പോയി. ആ കുഞ്ഞ് കട്ടിലിന് മുകളിൽ കിടക്കുകയായിരുന്നു. അവൾ അപകടകരമായി മുകളിൽ നിന്നും താഴെ വീണ് മരിച്ചു എന്നാണ് ലൂസി പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ മകളെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് പോകാൻ എനിക്ക് എന്തോ തോന്നിയില്ല. അതുകൊണ്ട് ആ കുഞ്ഞിന്റെ ശരീരം ഒരു ബാഗിനുള്ളിലാക്കി എല്ലാവരെയും കൊന്നു. അടുത്ത് എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഈ നാട് വിട്ട് തന്നെ പോയി കളയാം. ഉടനെ ഭർത്താവ് വീടിനുള്ളിൽ ഒരു സ്ഥലത്ത് പണം വെച്ചിട്ടുണ്ട്. ആ സ്ഥലം ലൂസിക്ക് നന്നായി അറിയാം. ഉടനെ ചെന്ന് എല്ലാ പണവും എടുത്തു. അപ്പോഴും ആ 1 വയസ്സുള്ള മകൾ, ആ കുഞ്ഞിനെ എന്ത് ചെയ്യാം? ആ ഡെഡ് ബോഡി ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് സൂട്ട് കേസിൽ ആ കുഞ്ഞിന്റെ ഡെഡ് ബോഡി വെക്കുകയും കയ്യിൽ പണവും വസ്ത്രവും എല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ആ ചർച്ചിന് സമീപം കടക്കുമ്പോൾ ഇത്രയേറെ കൊലപാതകങ്ങൾ ചെയ്തല്ലോ, കുട്ടികൾക്കായി ഒരു പ്രാർത്ഥനയെങ്കിലും നടത്താം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ചർച്ചിനുള്ളിലേക്ക് പോകുന്നു. പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് അവൾ പോലീസിലും അകപ്പെട്ടത്. ഇപ്പോൾ ഈ 4 പേരെയും ഞാനാണ് കൊന്നത്, എന്റെ അവസാനത്തെ കുഞ്ഞിനെ ഞാൻ കൊന്നിട്ടില്ല എന്നവൾ പറഞ്ഞാലും പോലീസ് അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഈ 5 ഡെഡ് ബോഡിയും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. ഇപ്പോ ഇവളുടെ ഒരു കുറ്റസമ്മതം മാത്രം എടുത്തുകൊണ്ട് കോടതിയിൽ ചെന്നാൽ അവിടെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. കാരണം കോടതിയിൽ തെളിവുകളും ആവശ്യമാണ്. അവിടെ ചെന്നാൽ ഒരുപക്ഷെ ലൂസി മാറ്റി പറയും, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, പോലീസ് എന്നെ ഭീഷണിപ്പെടുത്തിയാണ് സമ്മതിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് അവൾക്ക് എതിരെ ഒരുപാട് തെളിവുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യം ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച് ആയുധം കണ്ടെത്തുന്നു. ആ ആയുധത്തിൽ അവളുടെ കൈരേഖ കണ്ടെത്തി. അതിലെ ബ്ലഡ് സാമ്പിൾ എടുത്ത് പരിശോധിക്കുന്നു. അതിലൂടെ കൊലപാതകത്തിനായി ഉപയോഗിച്ച ആയുധങ്ങൾ അത് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇവയ്ക്കെല്ലാം അപ്പുറം ഈ ഒരു കൊലപാതകം ആ വീടിനുള്ളിൽ വെച്ചാണോ സംഭവിച്ചത് അത് തെളിയിക്കാനായി രക്തക്കറകൾ ഉപയോഗിച്ച് ഫോറൻസിക് ടീം തന്നെ കൺഫേം ചെയ്തു. അങ്ങനെ ഇവൾ നൽകിയ ഒരു കൺഫെഷൻ, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഇതെല്ലാം വെച്ചുകൊണ്ട് ഇവൾ തന്നെയാണ് കൊന്നത് എന്ന നിഗമനത്തിലും എത്തി. പക്ഷേ ഈ ഒരു കേസിലെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവൾ കൺഫെഷൻ ചെയ്യുമ്പോൾ എന്താണ് പറഞ്ഞത്? എൻ്റെ ഭർത്താവ് എന്നെ ടോർച്ചർ ചെയ്യുമായിരുന്നു. ആ സമയത്ത് ജോയ് എന്ന എൻ്റെ ഒരു സഹോദരൻ ഇടയ്ക്കിടെ വീട്ടിലേക്ക് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യും. ഒരു തവണ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ അവനെ വിളിച്ചു, ഭർത്താവുമായി സംസാരിച്ച് ഞങ്ങൾ വീണ്ടും ഒരുമിച്ചാക്കി. 2ാം തവണ പ്രശ്നം വന്നപ്പോഴും ജോയ് എന്ന സഹോദരൻ വന്നു. അപ്പോൾ ഭർത്താവുമായി ചില പ്രശ്നങ്ങൾ വന്നു, ജോയ് എൻ്റെ ഭർത്താവിനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു സ്റ്റേറ്റ്മെന്റിലായിരുന്നു പോലീസിനൊരു സംശയം വന്നത്. ഈ 5 കൊലപാതകങ്ങളും ലൂസി ഒറ്റയ്ക്കാണോ ചെയ്തത്? ഒരു പക്ഷേ ഈ സഹോദരൻ ജോയ് ഇതിനെല്ലാം കൂട്ടുനിന്നിട്ടുണ്ടാകുമോ? ഈ ഒരു സംശയമായിരുന്നു പോലീസിന് വന്നത്. ജോയെ വിളിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവൻ പറഞ്ഞത്, പ്രശ്നമുണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്, ഇടയ്ക്കിടെ ഞാൻ അവളെ സഹായിക്കാൻ പോകും. പക്ഷേ എൻ്റെ സഹോദരി ഭർത്താവിനെ ഞാൻ ഒരിക്കലും അടിച്ചിട്ടേയില്ല. എനിക്കും ഈ കൊലപാതകങ്ങൾക്കും യാതൊരു ബന്ധവുമില്ല എന്നും പറഞ്ഞു. ഫോറൻസിക് തെളിവുകളും അത് തന്നെയാണ് പറഞ്ഞത്. ഈ ജോയ്ക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്താലും കേസുമായി അയാളെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്തിയില്ല. അവസാനം ലൂസിയെ മാത്രം ഈ ഒരു കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായി കരുതി അവൾ അറസ്റ്റ് ചെയ്തു. തുടർന്ന് ഈ ഒരു കേസിനെ കുറിച്ച് കേരളം മുഴുവനും വലിയ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി.
കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ത്രീ തന്റെ കുടുംബത്തിലെ 5 അംഗങ്ങളെ കൊന്നൊരു കേസായിരുന്നു ഇത്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇതിൽ അസാധാരണമായ ഒരു താല്പര്യം കാണിച്ചത്. ജനങ്ങൾ ഈ ഒരു കേസിനെ 2 വിധത്തിലായിരുന്നു വിലയിരുത്തിയത്. ചിലർ പറഞ്ഞത്, എന്തൊക്കെയായാലും ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തല്ലോ, പാപി, അതും ചെറിയ കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിട്ടില്ലല്ലോ, പിശാച്, ഇങ്ങനെ ഒരു രാക്ഷസി എന്ന രീതിയിൽ അവളെ കാണാൻ തുടങ്ങി. ചിലർ പറഞ്ഞത്, ഭർത്താവ് അവളെ ടോർച്ചർ ചെയ്തു, അവളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്നും പറയാൻ സാധിക്കില്ലല്ലോ, പാവം ആ പെൺകുട്ടി എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും, ഇങ്ങനെ പറയാൻ തുടങ്ങി. ചിലരൊക്കെ എത്ര തന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താലും ഭർത്താവിനെ മാത്രമാണ് കൊന്നത് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവളോടൊരു കനിവെങ്കിലും ഉണ്ടായേനെ. എന്നാൽ കുഞ്ഞുങ്ങളെ, ജനിച്ച 1 വയസ്സുള്ള കുഞ്ഞിനെ പോലും കൊന്നു. മൊത്തം 5 പേരെ കൊന്നതുകൊണ്ട് മുഴുവൻ കേരള ജനതയും അവൾക്കെതിരെ തിരിയാൻ തുടങ്ങി. അവൾക്ക് നിയമത്തിൽ കടുത്ത ശിക്ഷ തന്നെ നൽകണം. ആ ശിക്ഷ കണ്ട് ഇങ്ങനെയുള്ള തെറ്റുകൾ ആരും തന്നെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ തുടങ്ങി. ജനങ്ങൾക്കിടയിൽ കടുത്ത പ്രതിഷേധമുയരാൻ തുടങ്ങി. അവസാനം ഈ ഒരു കേസിന്റെ അന്വേഷണം കോടതിയിൽ നടക്കുന്നു. ഇടുക്കിയിൽ വലിയ കോടതികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കേസിന്റെ വിചാരണ എറണാകുളം കോടതിയിലായിരുന്നു നടന്നത്. അങ്ങനെ നീണ്ട അന്വേഷണത്തിന് ശേഷം ലൂസി തന്നെയാണ് 5 പേരെയും കൊന്നത്. വൈരാഗ്യം, പക എല്ലാമാണ് കാരണമെന്നും വ്യക്തമായി. അങ്ങനെ കേരള കോടതിയിൽ ലൂസിക്ക് വധശിക്ഷ വിധിച്ചു. തനിക്ക് നൽകിയ മരണശിക്ഷയെ എതിർത്ത് ലൂസി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീൽ ഫയൽ ചെയ്തു. കരുണ കാണിച്ച് കോടതി ഈ മരണശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റി. ഈ ജീവപര്യന്തമാണെങ്കിലും ജീവിതകാലം മുഴുവനും ജയിലിരിക്കേണ്ട ആവശ്യമില്ല, കുറച്ചു കാലം മാത്രം. ഒരു 14 വർഷത്തിന് ശേഷം നല്ല നടത്തിപ്പുണ്ടെങ്കിൽ പരോൾ ലഭിക്കാനും സാധ്യതയുണ്ട്. അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചത്. വർഷങ്ങളോളം ജയിലിൽ കഴിയുന്നു. നല്ല നടത്തിപ്പ് കാരണം അവളെ വിട്ടയക്കുന്നു. ജയിലിൽ നിന്ന് മോചിതയായതിനു ശേഷം പുറപ്പുള്ള എന്ന സ്ഥലത്തേക്ക് തന്നെ വരുന്നു. എന്നാൽ ആ ഗ്രാമത്തിലെ ജനങ്ങൾ, അവിടെ ഉള്ളവർ ഇവളെ പിശാച്, രാക്ഷസിയായിട്ടാണ് കണ്ടത്. അവരാരും ഇവളെ സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്തിന്, ബന്ധുക്കൾ പോലും അവളെ സ്വീകരിച്ചില്ല. അവസാനം മറ്റു മാർഗമില്ലാതെ ഒരു അനാഥാലയത്തിൽ അല്ലെങ്കിൽ ആശ്രമത്തിലൊക്കെ താമസിച്ചുവെന്ന് വിവരങ്ങൾ പറയുന്നു. എന്നാൽ പിന്നീട് അനാഥാലയത്തിൽ നിന്നും അവൾ പുറത്തേക്ക് പോയി എന്നും പറയുന്നു. അവളുടെ അവസാന കാലത്ത് അവൾ എവിടെ പോയി, എന്ത് സംഭവിച്ചു, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരവുമില്ല. ഇന്നുവരെയും ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് പോലും തെളിവില്ല. എന്നാൽ ഇവരുടെ വയസ്സ്, വർഷം എല്ലാം കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ അവൾ ഇന്ന് ജീവനോടിരിക്കേണ്ട സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. ഈ ഒരു കേസ് ഇതോടുകൂടി അവസാനിച്ചു. എന്നാൽ ഈ കേസിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്, ജോളി ജോസഫ് കൊലപാതകത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നമ്മളും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ പെൺവഴിയിൽ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയായി താമരശ്ശേരി കൂടത്തായി കൊലക്കേസിലെ മുഖ്യ പ്രതിയായിരുന്നു ഇടുക്കി കട്ടപ്പന സ്വദേശി ജോളി. എന്നാൽ ജോളിക്ക് മുൻപേ ആദ്യം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെത്തിയത് ഈ ഇടുക്കിക്കാരി തന്നെയാണ്. അവളുടെ പേരാണ് ലൂസി. ലൂസി ആയിരുന്നു ആദ്യമായി ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും നിഷ്കരണം കൊന്ന് മരണശിക്ഷ ഏറ്റുവാങ്ങിയ ആദ്യത്തെ സ്ത്രീ. ഭർത്താവിനെയും സ്വന്തം മക്കൾ ഉൾപ്പെടെ 5 പേരെ വളരെ മൃഗീയമായി കൊലപ്പെടുത്തിയ, വലിയ കോളിളക്കമുണ്ടാക്കിയ മാരിക കൂട്ടക്കൊലക്കേസിലെ പ്രതിയാണ് ലൂസി. കേരളത്തിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ആദ്യ വനിതയും അവൾ തന്നെയാണ്. ഇനി സംസ്ഥാനത്തെ സ്ത്രീകൾ പ്രതിയായ കൊടും കുറ്റകൃത്യങ്ങളിൽ തെളിയുന്ന ആദ്യത്തെ പേരും ഈ ലൂസിയുടേത് തന്നെയാണ്. ഇവർ ഈ ഏറ്റുപറച്ചിൽ നടത്തിയല്ലോ, അതിലൂടെ എനിക്ക് തോന്നുന്നത് ഈ ഒരു കൊലപാതകം ചെയ്യാൻ, ഇത്രത്തോളം ക്രൂരമായി ഈ കൊലപാതകം ചെയ്യാൻ അവർക്കുണ്ടായിരുന്ന ഒരു മോട്ടീവ് തന്റെ ഭർത്താവിൽ ഉണ്ടായിരുന്ന പൂർണ്ണ വെറുപ്പായിരുന്നു. തീർച്ചയായും ഭർത്താവ് അവളെ ഒരു മനുഷ്യ സ്ത്രീയായി പോലും ട്രീറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. വീട്ടിലുള്ള ഒരു വേലക്കാരിയെ പോലെ, തനിക്ക് മക്കളെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മെഷീനായി, വെറും ഒരു ഉപകരണം, ഒരു വസ്തുവായി മാത്രമേ അവളെ കണ്ടിരുന്നുള്ളൂ. അതും സ്ത്രീധനത്തിന്റെ പേരിൽ ആ വീട്ടിൽ അവൾ അനുഭവിച്ച പീഡനങ്ങൾ. അപ്പോൾ ഇതൊന്നും ഒറ്റ ദിവസത്തിലുണ്ടായ വെറുപ്പല്ല. വർഷങ്ങളോളം മനസ്സിലുണ്ടായിരുന്ന ദേഷ്യം, വെറുപ്പ്, പക, സങ്കടം എല്ലാം ചേർന്നാണ് അവസാനം അങ്ങനെ ഒരു ക്രൂരമായ തീരുമാനങ്ങൾ എടുത്തത്. അങ്ങനെയാണെങ്കിൽ കൂടിയും കൊലപാതകം ഒരിക്കലും ഒരു പ്രതിവിധിയല്ല. അതും ഈ മക്കൾ എല്ലാവരെയും കൊല്ലുക എന്നുള്ളത് വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതും കുട്ടികളെയും ജോസഫിനെയും അവസാനം കൊന്ന ആ ഒരു രീതി, ലൂസിയുടെ ആ ഒരു പെരുമാറ്റം, തന്റെ സ്വന്തം കുട്ടികളോട് പോലും മാതൃകാ സഹജമായ വാത്സല്യം ഇല്ല എന്ന് തന്നെയാണ് അവിടെ തെളിയിക്കുന്നത്. ഈ ഒരു കേസ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം, മുള്ളിനെ മുള്ളുകൊണ്ട് മാത്രമേ എടുക്കാൻ കഴിയൂ എന്നൊക്കെ പറയും. എന്നാൽ ഇത് എല്ലാ സാഹചര്യത്തിലും അങ്ങനെ പൊരുത്തപ്പെടില്ല. ഒരു സംഭവം നടക്കുന്നു, അതിനെ ഒരു ക്രൈമിലൂടെ മാത്രമേ സോൾവ് ചെയ്യാൻ കഴിയൂ എന്നൊന്നും ഇല്ല. ഇപ്പോൾ ഭർത്താവ് തന്നെ അബ്യൂസ് ചെയ്യുകയാണ്, ടോർച്ചർ ചെയ്യുകയാണ്, അതിനുവേണ്ടി എനിക്ക് അവരെ കൊല്ലാൻ സാധിക്കുമോ? അടുത്തിടെ നിമിഷപ്രിയ കേസ് തന്നെ എടുക്കാം. ഒരുപാട് പേർ പറയുന്നത് നിമിഷപ്രിയ പറയുന്നത് കള്ളമാണ്, ചിലർ പറഞ്ഞത് സത്യമാണെന്ന്. ശരി, സത്യം എന്ന് തന്നെ വയ്ക്കാം. പാസ്പോർട്ട് അവൻ എടുത്തു വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ അവനെ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു, ഒരു ഇഞ്ചക്ഷൻ കുത്തിവെച്ചു, അത് ഓവർഡോസ് ആയി, ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുമോ? മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കാൻ കഴിയും എന്നത് ഒരു ക്രൈമിന്റെ കാര്യത്തിൽ തീർച്ചയായും ശരിയായ കാര്യമല്ല.
പിന്നെ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ മറ്റു മാർഗമില്ല. നമ്മൾ ശരിയായ രീതിയിൽ തന്നെ പോകണം. അല്ലെങ്കിൽ വളരെ സിമ്പിളായ ഒരു സൊല്യൂഷൻ, അവിടെ നിന്ന് മാറിപ്പോവുക. ഭർത്താവായിരുന്നാലും കാമുകനായിരുന്നാലും സുഹൃത്തായിരുന്നാലും ശരി, അവർ കാരണം നമുക്ക് എന്തെങ്കിലും ആപത്ത് വരാൻ പോവുകയാണ് എന്ന് തോന്നിയാൽ തീർച്ചയായും നമ്മൾ അവരിൽ നിന്ന് മാറിപ്പോവുക. അല്ലെങ്കിൽ ലീഗൽ സപ്പോർട്ട് നേടുക. മാക്സിമം അതൊക്കെ മാത്രമേ ചെയ്യാൻ കഴിയൂ. പക്ഷേ അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചു, അതിനു മുൻപ് ഞാൻ അവനെ കൊന്നാൽ നല്ലത് എന്ന് ചിന്തിക്കുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഒരു ക്രൈമിനെ ക്രൈം കൊണ്ട് മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു പർപ്പസേ ഉണ്ടാവുകയില്ല. ഇപ്പൊ ജീവിതത്തിൽ ഒരു പ്രശ്നം വരികയാണ്, അതിനൊരു സൊല്യൂഷൻ ഞാൻ കൊണ്ടുപോവുകയാണ്. ആ ഒരു സൊല്യൂഷനിലൂടെ ഞാൻ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ ആ സൊല്യൂഷൻ അതൊരു ശരിയായ സൊല്യൂഷൻ ആവുകയുള്ളൂ. ഈ കൊണ്ടുപോകുന്ന സൊല്യൂഷൻ മറ്റൊരു 10-15 പ്രശ്നങ്ങൾ എനിക്ക് നൽകുകയാണെങ്കിൽ അതൊരു സൊല്യൂഷനേ അല്ല. അപ്പോൾ ഒരു ക്രൈം മറ്റൊരു ക്രൈമിന് ശരിയായ പരിഹാരമാണോ എന്ന് ചോദിച്ചാൽ